ഇത് 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 ശരിക്കും ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇത് വേറെ ഒന്നിനും അല്ല. ഇത് ഞാൻ നിക്കോണിന്റെ അടുത്ത് ഇത് ഇടാൻ പറഞ്ഞതാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നത് കേട്ടാ. ഇത് നിങ്ങളെല്ലാരും കണ്ടിട്ടുള്ള ഇഷ്യൂ ആണ്. ഇത് കഴിഞ്ഞ കാര്യമാണ്. ചട്നി പരിപ്പ് വട. ഈ സാധനം നിങ്ങളെല്ലാം കണ്ടില്ലായിരുന്നു. ഈ സാധനം ആക്ച്വലി ഇവര് നമുക്കറിയാവുന്ന ഒരാൾ വഴി ഇത് നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിക്കാർ ഈ വീഡിയോ എവിടുന്നോ ഏതോ ഒരു വലിയ എന്റെ മറ്റേ ഫോട്ടോ ഉള്ള ഒരു പേജ് എടുത്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ആ പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായി. മനസ്സിലായി? ആ പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായിട്ട് കുറെ പേര് കണ്ട്. അപ്പൊ ഇവര് വിചാരിച്ചത് എന്റെ പേജിലാണ് ഞാനാ ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നതെന്ന്. മനസ്സിലായ? ഞാനാ ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നതെന്നാണ് ഇവരെല്ലാം വിചാരിച്ചത്. എന്നിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് റിമൂവ് ചെയ്യണം, ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ലൈവ് ഇട്ടില്ല, ഇത് റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാനല്ല പോസ്റ്റ് ചെയ്തേക്കുന്നത്, വേറെ ഏതോ ഫാൻ പേജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തൊപ്പിയുടെ സായിപ്പിന്റെ എല്ലാം ഇത് പേസ്റ്റ് ചെയ്യുന്ന ഒരുത്തനാണ് ഇത് പോസ്റ്റ് ചെയ്തത്. അപ്പം ഇത് എൻ്റെ തലേ വന്നു. മനസ്സിലായ? ഇത് നൈസായിട്ട് എൻ്റെ തലേ വന്നു. അതായത് ഞാൻ എന്നിട്ട് സംസാരിച്ചു. പക്ഷേ ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം ബ്രോ. എൻ്റെ വൈഫ് ഒരു എയർ ഹോസ്റ്റേഴ്സ് ആയിരുന്നു. എൻ്റെ വൈഫ് ഒരു എയർ ഹോസ്റ്റേഴ്സാ. ഇതിനകത്ത് ചായ തരാനും കാപ്പി തരാനും വേണ്ടി മാത്രമല്ല അവരെ ഇതിനകത്ത് പിടിച്ചേക്കുന്നത്. ഓരോ ഞാൻ പറയത്തില്ല ലോകത്തുള്ള എല്ലാ എയർ ഹോസ്റ്റേഴ്സ്മാരും ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തവരും മറ്റേ ബാക്കിയുള്ള മറ്റേ എല്ലാവരും മറ്റേ നിറകുടങ്ങളാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും, അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ പറയാ, ഇവരുടെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എമർജൻസി ഫ്ലൈറ്റിനകത്ത് വരണം. നിങ്ങൾക്കൊരു നെഞ്ചുവേദനയോ നിങ്ങൾക്കൊരു അസുഖമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവമോ എന്തെങ്കിലും വരാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എന്തിനു വേണ്ടി ട്രെയിൻ ചെയ്തതാണെന്ന്. എൻ്റെ വൈഫിന്റെ മടിയിൽ ഇരുന്ന് ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. അവൾ ഇത് കണ്ടപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് അതാണ്. എൻ്റെ വൈഫിന്റെ മടിയിൽ ഇരുന്നിട്ട് ഒരു പുള്ളിക്കാരൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയതാണ്. മനസ്സിലായി? അപ്പോൾ അവൾക്ക് അത് കണ്ടപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതൊട്ടും തമാശയായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളൊരു ഒരു കാര്യം എനിക്കത് പറയണമെന്ന് തോന്നി. അപ്പൊ നിങ്ങൾ ഈ ബാക്കിയുള്ള കുറെ കമന്റ് സെക്ഷനിൽ ഞാൻ കണ്ടായിരുന്നു കേസ്. അപ്പൊ ഈ പറയണത് പോലെ ഇവരെ ചായ കൊടുക്കാൻ ഇതിനു വേണ്ടി മാത്രമല്ല ട്രെയിൻ ചെയ്തേക്കുന്നത്, ഇവരെ കുറെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ബേസിക് മറ്റേ നമുക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡ്, ഈ എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്ക് ഇതുള്ള അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പൊ അതൊന്നും മനസ്സിലാക്കിയിരിക്കണം. ഇത്രയ്ക്ക് ഇവരെ ഇങ്ങനെ ഇത് ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. അപ്പൊ എൻ്റെ ഒരു വൈഫ് ഈ ജോലി കഴിഞ്ഞ 9 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ പരിചയപ്പെടുന്നത് പോലും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ജോലിക്ക് ഉള്ള റെസ്പെക്ട് എനിക്കും അവർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അതെനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരെ ചായ തരാനും മറ്റേ ഇത് തരാനും വേണ്ടിയിട്ട് മാത്രമല്ല ഇതിനകത്ത് എടുത്തേക്കുന്നത്. അതൊന്ന് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം, അതൊക്കെ അവരുടെ കാര്യം. ഞാൻ എൻ്റെ പേരിൽ ഈ വീഡിയോ എൻ്റെ ഒരു DP ഇട്ടൊരു പേജിൽ വന്നുകൊണ്ട് അവരെന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് ക്ലിയർ ആക്കിയത്. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. ശകുനി ദുര്യോധനനോട് ആ കാര്യം പറഞ്ഞത്. ദുര്യോധന, ദ്രൗപദി നമ്മുടേതല്ലേ ഇപ്പോൾ? അങ്ങനെയാണെങ്കിൽ അവളുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും നമുക്ക് അവകാശപ്പെട്ടതല്ലേ? ആ നോട്ടത്തിൽ തന്നെ അതിന്റെ ലക്ഷ്യം ദുര്യോധനനും കർണനും മനസ്സിലാക്കി. ദുശാസന, അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റൂ. സങ്കടം മനസ്സിലാക്കിയ ഭീഷ്മയും വിതുരരും ഗുരുക്കന്മാരും കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഒരു കാഴ്ചയെ തടസ്സമാക്കി. ദുശാസനൻ ദ്രൗപദിയുടെ അരികിലെത്തി. കണ്ണുകൾ അടച്ചു പിടിച്ച് ദ്രൗപദി ഉറക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ദുശാസനൻ ദ്രൗപദിയുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചു. ഹലോ എടാ, ഞാൻ എന്റെ ഡിസ്പ്ലേ ഓഫ് ആയെന്നാടാ വിചാരിച്ചേ. ഇൻട്രൊഡ്യൂസിങ് ശ്രീകൃഷ്ണൻ. എടാ, ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഇത് എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല. എനിക്ക് ഇതുവരെ കാണാനുള്ള സമയം കിട്ടിയില്ല. ഇത് കാണണം. ഇത് ആക്ച്വലി ഞാൻ സത്യമായിട്ട് കറണ്ട് പോയെന്ന് വിചാരിച്ചു. എന്റെ മോണിറ്റർ ഓഫ് ആയത് വിചാരിച്ചേട്ടാ. സൗണ്ട് മാത്രം കേൾക്കണ്. അത് കുറച്ചധികം ബ്ലാക്ക് ഫെയ്ഡ് വന്നു കേട്ടാ. കാണണം, പീക്കാണ്. തെറാപ്പി ഈസ് ടു എക്സ്പെൻസീവ്, സോ ഐ യൂസ്ഡ് ടു വാച്ച് ഈഗിൾ ഓൾ ടൈം. സത്യമല്ലേ, എന്റെ സൗണ്ടിന് താറാവായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടാ. സത്യം. അത് ഈ കമന്റിൽ പറയുന്ന ആൾക്കാരുടെ
അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അതൊരു സിമിലാരിറ്റി ഉണ്ട്. എനിക്ക് ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത്. സത്യമാണ് കേട്ടോ അത്. സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം Ever since my girl left me, my whole life came crash. അയ്യോ, സത്യമാണ്. It's an outstanding. എന്റെ അമ്മ ഗൈസ്, കഴിഞ്ഞ ദിവസം കളി കണ്ടാ നിങ്ങൾ ആരെങ്കിലും ക്രിക്കറ്റ്? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യ ജയിച്ചു, കോഹ്ലി കിടിലമായിട്ട് കളിച്ച്. പക്ഷെ സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാര്, എന്റെ അമ്മോ എവിടെ നിന്ന കളിയാടാ, എന്തൊക്കെ ചെയ്ത അമ്മ. പക്ഷെ നിങ്ങൾ കാര്യം ആലോചിച്ച് നോക്ക്. ഞാൻ ഓർത്ത് ഒരു ആദ്യത്തെ വിക്കറ്റ് വീഴ്ച കണ്ടപ്പോ ഞാൻ ഓർത്ത് പടപട തീരുമെന്ന്. ലാസ്റ്റ് ഓവർ വരെ കളി എത്തുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. പറയാതിരിക്കാൻ വയ്യ. രണ്ട് ടീം ഒന്നിനൊന്ന് മെച്ചമായിട്ടാ കളിച്ചത്. എന്താ അടിയടാ അടിച്ച അവന്മാരൊക്കെ. ഒരുത്തന്റെ മറ്റേ ഡെബ്യൂട്ട് 50 എന്തോ ആണ്. അവൻ വന്ന് അടിച്ച അടിയൊക്കെ കാണണമായിരുന്നു. കണ്ടില്ലെങ്കിൽ ഗൈസ് ഹൈലൈറ്റ്സ് എങ്കിലും പോയി കാണണേ. കിടിലം കളിയായിരുന്നു, കിടിലം. ഒരു രക്ഷയില്ലായിരുന്നു. It's an outstanding achievement. Never seen anyone get 500s in a World Cup, be any tournament. So World Cup is all the more pressure, and he's just been outstanding. And as I said, he deserves all the credit. And according to me, he's at the moment the top ODI player in the world. So there it comes. The 500 in one World Cup. No batsman in the history of the sport has done it. It's Rohit Sharma. जिसमें बसती है उसकी നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോ ഗൈസ്, കറന്റ്ലി കമ്പാരിസൺ വരുന്ന ടോപ്പ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ കമ്പാരിസൺ വരേണ്ട രണ്ടുപേരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയാം, ഒന്ന് കോഹ്ലി ഒന്ന് രോഹിത് എന്ന് പറയാം. അതില് കോഹ്ലി തന്നെ പറഞ്ഞ് രോഹിത്താണ് നമ്പർ 1 എന്ന്. അല്ലേ? ഒരു ഈഗോ ഇല്ല, ഒന്നുമില്ല, കൂടെ കളിക്കുന്നവനൊന്ന് അല്ലേ, അത്രേ ഉള്ളൂ, പിന്നെ അല്ല. ലെറ്റ്സ് ഗോ. ഓൾഡ് ബട്ട് ഗോൾഡ്. ഹലോ ഇതാരാ? സാറേ നിങ്ങളൊന്ന് പീഡിന്റെ ഫ്രണ്ടിലോട്ട് വരും. ഓ സാറേ വരും. കം ടു പീഡി എന്തോ ഉണ്ടല്ലോ സാറേ. ഹലോ ഹലോ സാർ, കേൾക്കാവൂ? ഓ ഇത് ആ വീഡിയോ അല്ലേ? അയ്യോ അന്ന് ലൈവ് ചെയ്തപ്പോഴേ ഇതിന്റെ ചാറ്റ് ഒന്ന് കാണണമായിരുന്നു. സത്യം പറഞ്ഞ എനിക്ക് കുറച്ചു നേരത്തേക്കിന് ഇങ്ങനെ തീയും പടലവും മാത്രമായിരുന്നു ചാറ്റില്, മനസ്സിലായ? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു 1.5 RP ആയിരുന്നു. ഇത് പറയാതിരിക്കാൻ വയ്യാത്തൊരു സാധനമായിരുന്നു. മറ്റേ സിനിമാറ്റിക് ഒക്കെ കാണുന്ന പോലെ ആയിരുന്നു. അണ്ണാ ഡിസംബർ 1 അടുത്ത വീക്ക് ന്യൂ ഇയർ ആയി. എടാ ഇന്ന് ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ദേവൂട്ടന് 9 മാസമായി ജനിച്ചിട്ട്. എടാ 7 ദിവസത്തോടെ കഴിഞ്ഞ അവന് 9ാമത്തെ മാസമാ. 7 ദിവസത്തോടെ കഴിഞ്ഞ. ഇന്നലെ അവനെ കാണാൻ വന്നു ഞാൻ. ഞാൻ പറയട്ടെ, 2025 എന്താ പെട്ടെന്ന് പോയെന്നറിയോ? എനിക്ക് 365 ദിവസത്തിൽ ഒരു 150 ദിവസം ഞാൻ ആശുപത്രി ആയിരുന്നു. അങ്ങനെ ഒരു 150 ദിവസം എന്റെ പോയി. പിന്നെ അത് കഴിഞ്ഞ് വളരെ കുറച്ച് ഒരു 10% സമയം ചിലപ്പോൾ ലൈവിൽ കളഞ്ഞിട്ടുണ്ടാവും. ലൈവ് അത്ര ചെയ്യാൻ പറ്റുള്ളൂ 2025. പിന്നെന്താ വേറെ എന്തിലൊക്കെയാ എങ്ങനെ സമയം പോയി എനിക്ക് മനസ്സിലാവണില്ല. പിന്നൊരു 4-5 കോൺട്രവേഴ്സി ഉണ്ടായി. സത്യല്ലേ? ടിവിയുടെ കോൺട്രവേഴ്സി, മണവാളിന്റെ കോൺട്രവേഴ്സി, അങ്ങനെ കുറെ കോൺട്രവേഴ്സിയിൽ പറഞ്ഞിട്ട് ഇത് പോയി. പിന്നെ ഇൻകം ടാക്സിന്റെ ഓഫീസിൽ ഒരു 10 ദിവസം പോയി. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെയൊക്കെ സമയം എങ്ങനെയാ പോയത്? നിങ്ങളും എന്റെ കൂടെ തന്നെയല്ലേ വന്നത്? അല്ലാതെ എനിക്ക് മാത്രമല്ലല്ലോ. നിങ്ങളെങ്ങനെ പോയി അതാ എനിക്കറിയണ്ടേ. നിങ്ങളെങ്ങനെയാ പോയത്? സത്യമല്ലേ? അണ്ണ രസം പറ. ഈ വീഡിയോയും മേളിൽ ഇട്ടേക്കുന്ന പോക്കൃത്തരും തമ്മിൽ എന്താണടാ ബന്ധം? ഓ അത് വീഡിയോ, അതിന്റെ തന്നെ വീഡിയോ ആയിരുന്നു കേട്ടാ. Where have you been? അതല്ല ലിറിക്സ് അല്ലേ. Where you have been in my life. സത്യം ഗൈസ്,
പെട്ടെന്ന് പോയി. ഞാൻ അബുദാബി പോയതേ ഓർമ്മയുള്ളൂ. ഈ എന്തൊരു ബുദ്ധിയുള്ള പയ്യൻ നോക്കിയാണ് ഗൈസ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നോമ്പിന്റെ സമയത്ത് ദുബായിൽ റിക്രൂട്ട്മെന്റ് ഇല്ലെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. ആ സമയത്ത് വിസിറ്റിംഗ് വിസ എടുത്ത് ജോലി തേടി ദുബായിൽ പോയി. ഒരു മാസം 2026. കൈഡാക്സ് ഒരു മാസം അങ്ങനെ വേസ്റ്റ് ചെയ്തത്, അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നൈസ് ജോബ് ബ്രോ, നൈസ് ജോബ്, വെൽ ഡൺ. കീപ് ഗോയിങ്. അടുത്ത വർഷം ആ സമയം നമുക്ക് കറക്റ്റ് പോണേ. ഈ ബ്രോ ഇത് ഞാൻ വരച്ചാണ് പെൻസിൽ ഡ്രോയിങ്. എടാ കൊള്ളാടാ, അടിപൊളി. പക്ഷെ ഇതില് ഹാൻഡ്സ് വെച്ചിട്ടുണ്ട്. മാത്രം പോയി. ഇവിടെ എന്തോ ഒരു മാറ്റം ഉണ്ടറാ. ഇവിടെ ഒരു ഹാൻഡ്സ് വെച്ചതുപോലെ ആയി പോയി. പക്ഷെ ഇത് ബാക്കിയെല്ലാം സെറ്റടാ, ബാക്കിയെല്ലാം കിടില്ല. അടിപൊളി. നൈസ് കിടില്ല. നൈസ്. താങ്ക് യു സോ മച്ച് ബ്രോ. അഭിജിത്ത് ബ്രോ മീൻസ് എല്ലാം വട്ടെ. താങ്ക് യു. ദാറ്റ് സൈലൻസ്. ഞാൻ ഒരു കാര്യം പറയട്ടെടാ, എന്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ബാബു എന്തെങ്കിലും മിണ്ടുവെന്ന്. പള്ളിക്കച്ചവടം സാബുരിയും തുടങ്ങിയോ മള്ളി? ഞാൻ വെറുതെ പറഞ്ഞു, എന്റെ ബിസിനസ് പാർട്ട്ണറൊന്നുമല്ല. ഇനി എന്റെ ഈ കാറില്ലാത്ത കാരണം അങ്ങേറെ കാറൊന്നും ഞാൻ വാങ്ങിച്ചു. വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും കേട്ടാ. ശരിയാണ് മുരളി, അതിന്റെ മുരളിയുടെ അവസ്ഥ അത് തന്നെയല്ലേ ഇപ്പോഴും? ജിമ്മിൽ പോകുന്നുണ്ടോ? എന്ത് മുരളി മുട്ട കഴിക്കുന്നതിന്റെ ഒരു നാറ്റം അടിച്ചല്ലേ? ലാസ്റ്റ് ലൈഫിലാണ്. ഈ സൈഡിൽ കറുത്ത പെയിന്റ് ഓക്കെ, ആ സൈഡില് കാര്യം പറയുമോ? ചോദിച്ചില്ല. വാട്ട് ഇസ് ദിസ്? This is my ex-boyfriend. He cheated me, so I just avoided him, and I cry every day. And I cry. അവളുടെ എക്സ്പ്രഷൻ കണ്ടടാ, അവള് കറക്റ്റ് സീരിയലാ. ഇവള് സീരിയലിൽ ജനിച്ചു വീണതാണ്, മനസ്സിലായ? ബിഗ് ബോസ് സീരിയലൊക്കെ കണ്ട് ഇങ്ങനെ ആയി പോയി ഇവള്. നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. കാലം ഏതൊരു ഭീരുവിനും വീരനാകാൻ ഒരു അവസരം നൽകാറുണ്ട്. ആ അവസരമാണിത്. ബാബു, അതുപോലെ വേറൊരു കാര്യമാണ്, പുറത്തേക്കുന്ന ചിന്നമ്മയുടെ ബോയ് ഫ്രണ്ടിന് ആനവാലി കിട്ടി, പകരം പുള്ളിയുടെ 2 താടിയിൽ ഒരെണ്ണം വീഴ്തു തരുമോ? പുള്ളിയുടെ 2 താടിയിൽ ഒരെണ്ണം വീഴ്തു തരുമോ? ഇത് കണ്ടാ നിങ്ങൾ വേറെ കാര്യം ചോദിച്ചാ, എലിയുടെ പ്രൈമിൽ ഒരു 10 പേരുണ്ടാ കോമഡി പറയുമ്പോ അപ്പഴും ഇറങ്ങി ഓടിക്കളഞ്ഞു, തിരിച്ചൊന്നും മിണ്ടാൻ പോലും പറ്റാതെ അപ്പഴും ഓടി. അവിടുന്ന് ഒരു 10 പേര് ഇറങ്ങി ഓടിക്കളഞ്ഞു. നോക്കി അവിടെ കണ്ട AFK നിന്നോ വരെ ആ കോമഡി ആയിട്ട് ഓടി, റിപ്ലൈ പറയില്ലാതെ. ഈ സമയത്ത് എന്റെ POV കണ്ടവന്മാര് മാത്രം ഞാൻ പൊട്ടനെ പോലെ ഇങ്ങനെ ഇരിക്കണം അതിനകത്ത്. നീ ഒരു വാക്കുപോലും ഇതിനു മുകളിൽ ഇനി പോത്തച്ചിന് വായിക്കാനില്ല. നിങ്ങൾ ഇപ്പൊ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണേ RP. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എലി എഴുതി പഠിച്ചുകൊണ്ട് വന്നതാ. ഞാൻ ഉറപ്പ് പറയാം, എന്നെ എപ്പോഴെങ്കിലും കാണുമ്പോ ഇത് പറയണം എന്ന് പറഞ്ഞ് നോട്ട് പാഡിൽ അവള് സേവ് ചെയ്ത് വെച്ചിരുന്നതാ, മനസ്സിലായ? അതെനിക്ക് 100% ഉറപ്പാ. ഇനി എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. വെയിറ്റ് ഫോർ ദ എൻഡ്. ജീവനോടുണ്ടല്ലേ? നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ പെണ്ണെ. വയസ്സായി വയസ്സനെ ഇതൊരു ഡ്രോയിങ് വീഡിയോ ആയിരുന്നോ? ഇവിടെ അത് കണ്ടാണത്. എന്റെ പൊന്നോ ബ്രോ, കിടിലം. അമൽ സിന്ധു ബ്രോ, വിഷയം സാധനം കേട്ടാ, കിടിലം. ദിസ് റീബിൽഡ്. പിന്നെ അതിനു മുന്നേ നീക്ക് 7 വാറോ 6 വാറോ എന്നൊക്കെ ഓരോരുത്തർമാരിങ്ങനെ പറയുന്നുണ്ടല്ലോ. 7 വാറ് 6 വാറ് നല്ല ബ്രോ. 8 വാറ് തോറ്റ്. ഇപ്പൊ പ്രീ വാറും വാറോടെ കൗണ്ട് ചെയ്യാനാണെങ്കിൽ 16 എണ്ണം തോറ്റ്, മനസ്സിലായ? അത് 8 എണ്ണം അല്ല, 16 എണ്ണം അങ്ങനെ തോറ്റായിരുന്നു. പ്രീ വാറും വാറോടെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതില് നമ്മൾ തോറ്റ കളിയുടെ പ്രീ വാർ നമ്മളെ ജയിച്ചേ, അതിൽ ആ വാറിൽ നമ്മൾ തോറ്റുപോയത്, മനസ്സിലായി? ഒരു കളി
ഒരു കളി. അത് എങ്ങനെയാ തോറ്റതെന്ന് എല്ലാവരും ലൈവ് കണ്ട. 2 വണ്ടി നമ്മുടെ മറിഞ്ഞു പോയി, നമ്മളെ കുണ്ണ വണ്ടി വെച്ച് കളിച്ചതാ, മനസ്സിലായ? അന്ന് ആ വിധി ചെയ്യാത്ത വണ്ടി വെച്ച് കളിച്ചതാ. ബാക്കി അന്നത്തെ ലൈനപ്പ് അല്ല കേട്ടോ ഇന്നത്തെ ലൈനപ്പ്. ലൈനപ്പ് മാറിയായിരുന്നോ? പക്ഷെ ഞങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. പണ്ട് തല്ലുന്ന പോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീലേ ചെയ്തില്ല. അന്ന് എങ്ങനെ തല്ലിയോ അതുപോലെ തന്നെ തല്ലാൻ പറ്റി. എനിക്ക് തോന്നുന്നു അതിലും ഈസി ആയിട്ട് തല്ലാൻ പറ്റി. ഈ വട്ടം ഈസി ആയിട്ട് തല്ലാൻ പറ്റി. 15 പേര് നിന്ന് 27 പേര് തല്ലേ. ഞങ്ങളുടെ 7 പേര് വീണിട്ട് നമ്മൾ ബാക്കി 16 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇനീഷ്യൽ സിറ്റുവേഷനിൽ. 16 പേര് നിന്നാണ് 24 പേരെ തല്ലിയത്. 14 പേര് കുറച്ചുകൂടി ഈസിയായി. ശരി, അന്നത്തെ ആൾക്കാരല്ലെന്ന് തോന്നുന്നു. കളിക്കുന്ന അറിയാവുന്നവരൊക്കെ പോയിടാ ഇതിനകത്ത് തോന്നുന്നു. TG കളിക്കാൻ അറിയാവുന്നവരൊക്കെ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പൊ വേറെ ആൾക്കാരാ. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 2.5 വർഷമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഹെവി ലൈനപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഹെവി ലൈനപ്പ് 2.5 വർഷം മറ്റേ ചന്തിക്കടിക്കുമ്പോ വീഴുന്ന സെർവറിലല്ലേ കളിച്ചോണ്ടിരുന്നേ ബ്രോ. അവിടെ 3 ടാപ്പ് ചന്തിലടിച്ച ആൾ വീഴും, പക്ഷെ ഇവിടെ അതൊക്കെ വീഴൂല. ഇവിടെ തലക്ക് അടിക്കണം. അതൊക്കെ പറ്റുമെങ്കിൽ ഇപ്പൊ വന്ന് അടിക്കും. ആ ഒക്കോ എന്നുള്ള ചോദ്യം കേട്ടായിരുന്നോ? അത് കേട്ടേ? ഹെവി ലൈനപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ പറ്റുമെങ്കിൽ ഇപ്പൊ വന്ന് അടിക്കും. എടാ ഒക്കും, ഈസി ആയിട്ട് ഒക്കും. 1 അല്ല 3 വട്ടം തല്ലി. ഇനിഷ്യൽ സിറ്റുവേഷൻ, പ്രീ വാറ്, വാറ് ഒക്കും ഈസി. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ആരും കാണാത്ത വേറൊരു POV ഉണ്ട് കേട്ടോ എൻ്റെ. ഞാൻ വാറിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും കേട്ടാന്ന് പറഞ്ഞുകൂടാ. ഞാൻ മണ്ണിന്റെ അടിയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ PC റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു. PC അല്ല, ഗെയിം റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോ ഞാൻ സ്പോൺ ആയത് പാലത്തിന്റെ അവിടെ. ഞാൻ നോക്കുമ്പോ ആദ്യം തല്ലിയിട്ട 2 പേര് അവിടെ നിന്ന് ഡ്രസ് ഊരി വണ്ടി എടുത്ത് ഓടണം. പിന്നെ POV ആണ് മനസ്സിലായത് നമ്മൾ അടിച്ച ആ ഗ്യാങ്ങിന്റെ ലീഡറും കോ-ലീഡറും ആയിരുന്നത്. എന്തൊക്കെ സംഭവിക്കണല്ലേ. പിന്നെ ഇവളുടെ അടുത്തുനിന്ന് എത്രയും പെട്ടെന്ന് വിട്ടോ, സേഫ് അല്ല. എടാ ഇല്ലടാ, ഞാൻ POV ഡിലീറ്റ് ചെയ്യണം. POV ഡിലീറ്റ് ചെയ്തത് അത് അവരുടെ POV-ലുണ്ട്. അതൊക്കെ ഒരു POV-ല് വരും. ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ആ POV വരും. അപ്പുറത്തെ POV കണ്ടവർക്ക് അത് മനസ്സിലാവും. അടി കിട്ടിയത് കേട്ടാ, അതൊക്കെ POV ആയിട്ട് വരും. അയ്യോ ഇത് കണ്ടില്ല. പിന്നെ ഇവളുടെ അടുത്തുനിന്ന് എത്രയും പെട്ടെന്ന് വിട്ടോ, സേഫ് അല്ല. ഓ എന്റെ അമ്മോ, ഈ ഫിലിമിൽ ശരിക്കും കല്യാണി ഭയങ്കര കിടിലമായിട്ട് ചെയ്തല്ലേ ആ റോള്. സാധാരണ നമ്മുടെ മലയാളത്തില് പെണ്ണുങ്ങൾ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് കക്ഷത്തിൽ കൂടെ റോപ്പ് വെച്ച് പൊക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ഇങ്ങനെ എപ്പോഴും. എനിക്കത് കല്യാണിയുടെ ഫൈറ്റിലൊന്നും തോന്നിയില്ല. നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി നല്ല ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എന്നാ സീരിയസ് നെയിം സ്ട്രേഞ്ചർ തിങ്സ് മസ്റ്റ് വാച്ച്. ചന്ദ്രനൊക്കെ കാണാറുണ്ട്. സ്ട്രേഞ്ചർ തിങ്സ് എനിക്ക് അറിയാടാ, ഞാൻ പക്ഷെ കണ്ടു തുടങ്ങിയില്ലെന്നേ ഉള്ളൂ. സ്ട്രേഞ്ചർ തിങ്സ് കാണുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇത് സ്പോയിലർ ആണെന്നോ? സ്പോയിലർ ആവും വേണ്ട. ആ ഓക്കെ. എടാ നീ ഇത് കാണുന്നതിനായിട്ടാണോ സ്പോയിലർ കൊണ്ടിട്ട് ഇവിടെ? സ്പോയിലർ ആവും. സ്കിപ്പ്. ഓക്കെ സ്കിപ്പ് ചെയ്തേ. Gods be damned. I will not see it ended on the account of this. ഇത് സ്പോയിലർ വല്ലതും ആണോ എന്തിന്റെയും? Her children. Bastards! ഇത് ഗെയിം ഓഫ് ത്രോൺസ് അല്ലേ ഇത്? She is. ഇത് ഗെയിം ഓഫ് ത്രോൺസ് ആണോ? ഇത് ഹൗസ് ഓഫ് ഡ്രാഗൺസ്. ഇത് ഗെയിം ഓഫ് ത്രോൺസ് ആണോ? അത് എനിക്ക് അറിഞ്ഞൂടാ. ഹൗസ് ഓഫ് ഡ്രാഗൺസ് ആണോ?
ഹൗസ് ഓഫ് ഡ്രാഗൺസ്. ഓക്കെ 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 ഓക്കെ. എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് പിന്നെ അത് ഞാൻ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അൽനസറിന് വേണ്ടിയുള്ള റൊണാൾഡോയുടെ അത് കാണണം നല്ല സാധനം. ഒന്നുകൂടെ കണ്ടു നല്ല കൂടാ. എടാ ഞാനിത് കണ്ടതാ, ഞാൻ ഇത് ലൈവിൽ കണ്ടിട്ട് അതിർത്തി തർക്കവും വീട് കയറി വെട്ടലും അതൊക്കെയാണ് സംഭവിച്ചത്. ബാക്കി ഇല്ല ഇത് വേറെ ഗോളാ. ലോകമൊന്നാകെ ആ വീഡിയോ വൈറലായി. പ്രായം വെറുമൊരു നമ്പറെന്ന് ആരാധകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച ഗോൾ പിറന്നത് അൽ ഖലീജിനെതിരായ മത്സരത്തിലായിരുന്നു. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥ് മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. എടാ ഇതാടാ ഞാൻ കണ്ടത്. അപ്പൊ നീ എന്റെ ലൈവിൽ ഇല്ലായിരുന്നു? അല്ലല്ല ഇത് വേറെ. അത് വേറെ അത് ഓൾഡ് കളിയാ. അയ്യോ എടാ ഇത് കഴിഞ്ഞ ദിവസം അടിച്ചതല്ലേ? ഇത് ഒരു 3-4 ദിവസം മുമ്പ് ആണ്. പക്ഷെ ഈ ജേഴ്സിയിലാണ് അടിച്ചത്, മറന്നുപോയാ. റിയൽ മാഡ്രിഡ് ജേഴ്സിയിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം റീലിലൊക്കെ ഹിറ്റായ ഗോളല്ലേ ഇത്? അതെ. അതിനെപ്പറ്റി നമ്മളിവിടെ പറഞ്ഞിട്ട് അതിർത്തി തർക്കമായി, രണ്ടുപേരും തമ്മിൽ പിണങ്ങിപ്പോയി, 10 പേര് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എടാ നമ്മളിത് ലൈവിൽ പറഞ്ഞായിരുന്നെന്ന്. ഇല്ലെന്ന്. അത് റിയൽ മാഡ്രിഡിന്റെ കളിയിലായിരുന്നു. അത് പഴയതാ. ഇത് ഇപ്പൊ 3 ഇത് അല്ല സർ, ഇതെല്ലാം ഒരേതായതുകൊണ്ട് മനസ്സിലാത്തോണ്ടാ. എന്താ അല്ലേ? സ്കൈഡാക്സ് പറയട്ടെ, പുള്ളിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 40 വയസ്സിൽ നീ എങ്ങനെയായിരിക്കും നീ ആലോചിക്കണ്ട. ഞാൻ ഭയങ്കര ഫിസിക് ഉണ്ടാവും. എനിക്ക് ഭയങ്കര നിന്നെ അതിനു മുമ്പ് തല്ലിക്കൊല്ലും ആൾക്കാര്. നീ 40 വയസ്സിനെ പറ്റി ഒരിക്കലും ചിന്തിക്കരുത്. ഏറിയ ഒരു 30-35 ഒക്കെ ആകുമ്പോൾ നിന്നെ ആരെല്ലാം അടിച്ചു കൊല്ലും. അപ്പൊ ഒരിക്കലും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിനക്ക് 40 വയസ്സിൽ ഞാൻ എങ്ങനെ ഇരിക്കും, അങ്ങനെ ആവശ്യം മനസ്സിലായില്ലോ. പുള്ളിയൊക്കെ എന്ത് ചെയ്തിട്ടായിരിക്കും 40 വയസ്സിലേക്ക് ഇങ്ങനെ ഇരിക്കണേ? ജസ്റ്റ് പ്രൈവറ്റ് ബസ് തിങ്സ്. കണ്ണൂര് അത് ശരിയല്ലേ? ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഉണ്ടോടാ? പണ്ടത്തെ എല്ലാ പ്രൈവറ്റ് ബസ്സിലും ഉണ്ടാവും. എല്ലാ മതത്തിന്റെ ഓരോ ആൾക്കാരെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് യേശു, ഗണപതി, ഈ പള്ളിയിലെ ഇതിനെന്താ പറയാ? മോസ്ക്. അറിയാത്ത കാര്യം പറയല്ലേ. അയ്യോ ഇതിനെങ്ങനെ ഇതിപ്പോ എടാ ഹിന്ദുക്കൾക്ക് കുറെ ദൈവങ്ങളുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പേരാണ്. അല്ല അങ്ങനല്ല, അല്ലാതെ എനിക്കറിയാം. ഞാൻ അങ്ങനല്ല. മക്ക അതാണോ ഇത്? ഓക്കെ 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 ഓക്കെ. അത് എനിക്ക് അറിഞ്ഞൂടാ, അതാ ചോദിക്കുന്നേ. അന്നേരം മോസ്ക് എന്നാ പള്ളി പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഇതിന്റെ കൂടെ ആ സൈഡ് സീറ്റും കൂടെ കിട്ടണം. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി അയ്യോ സത്യല്ലേ? പക്ഷെ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന്, അതായത് ഞാൻ കറക്റ്റ് പറയാം എപ്പോഴാന്ന്, ജിയോടെ നെറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ തൊട്ട് എല്ലാരും ഹെഡ്സെറ്റും ഫോണിലും സ്വന്തം പാട്ട് കേൾക്കുന്ന പരിപാടിയായി. അതുവരെ നമ്മള് വണ്ടിക്കകത്ത പാട്ടായിരുന്നു കേൾക്കുന്നത്. ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടി തുടങ്ങിയപ്പോ തൊട്ട് ഇതായി. മനസ്സിലായ? എങ്ങനുണ്ട് കൂടെ പാടി നോക്കണം? എടാ കൂടെ പാടിയ ടൈമിങ് ശരിയാവൂലടാ, അതാ പ്രശ്നം. നിങ്ങൾക്ക് കേൾക്കുന്നതിൽ ഒരു ഡിലേ ഉണ്ടാവും. കൊള്ളാടാ ഗൈസ്. ഈ ഇൻസ്ട്രുമെന്റിന് എന്തുവായിരുന്നു പറയുന്നത്? അയ്യോ എടാ ഇതിനൊരു പേര് പറയും. എന്ത് മെലോഡിക്ക് അല്ലല്ലോ, ഇതിനെന്തോ ഒരു പേര് പറയും. മെലോഡിക്കാണെന്ന് തോന്നുന്നു. മെലോഡിക്കാണോ? പീപ്പിയാ? അടിച്ചതിന്റെ കാരണം ഞാൻ പൊളിക്കും. പീപ്പിയാ ഇതാ? ഇതൊരു
ഇത് മെലോഡിക്ക് അങ്ങനെ എന്താണ് പറയണ ഇതിന്? അതന്നെ അതന്നെ ആ. നല്ലൊരു പറയണം. കൊള്ളടാ, നൈസ് നൈസ് നൈസ്, കൊള്ളാം. നമുക്ക് പറഞ്ഞതല്ലല്ലോ. അണ്ണാ ഒരു 21-കാരന്റെ ഈഗോ അണ്ണാ ഫുൾ കാണണേ. ഓ വണ്ടിയോ പഠിക്കുമല്ലയോ പഠിക്കുമല്ല വണ്ടി ഓടിക്കും. അതിനുള്ള പ്രായമൊന്നും സൗദിയിലൊക്കെ ഓടിക്കുന്നേ മുന്നേ ഇങ്ങ് വന്നേ വണ്ടി ഓടിക്കുക. ഓ അങ്ങനെ തരത്തില്ല മോനെ, അങ്ങനെ തരാനുള്ള സാധനമൊന്നുമില്ല, കളിക്കാനുള്ള സാധനം കളിപ്പാട്ടമല്ലല്ലോ ഇത്, ബസ്സല്ലയോ, തരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ പൊന്നോ, ഇരുട്ടൊക്കെയാ, പോ വീട്ടിൽ പോയിക്കോ, ഇടങ്ങോന്നും വേണ്ട. അവനെ കളിയാക്കാടാ ചുമ്മാ. റിയൽ ലൈഫിൽ അവൻ പോയി ഷേസ് എടുത്ത് വണ്ടി പണിതാ. ബസ് ഓടിക്കുന്ന പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മോനെ മോൻ പഠിക്കില്ലോ വിട്ടോളാൻ. റിയൽ സ്റ്റോറിയാണ്. എടാ മുന്നേ അത് നിന്റെ വണ്ടി നീ കൊടുക്കുമായിരുന്നു. എടാ നിനക്ക് അത്ര വശമാണ്, നീ ഒരു വണ്ടി എടുത്ത് ഓടിക്ക്. എടാ നീയൊക്കെ ഒന്ന് നിർത്ത്. എനിക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഓടിക്കും. അത് ഇനി നീമാര് പറഞ്ഞ പോലെ വണ്ടി എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പൊ അങ്ങനെ തരത്തില്ല മോനെ, അങ്ങനെ തരാനുള്ള സാധനമൊന്നുമില്ല, കളിക്കാനുള്ള സാധനം കളിപ്പാട്ടമല്ലല്ലോ. ക്ഷമിക്കാനും പറ്റുന്നില്ല, എത്ര പഠിക്കാന്ന് പറഞ്ഞ 3-ല 4-ല മറക്കാനും പറ്റുന്നില്ല. വണ്ടി ഓടിക്കുന്നു ആറല്ലേ ബസ് ബസ്. എന്റെ അമ്മോ, എടാ ഈ പുള്ളിയുടെ ബസ്സാണോ മറ്റേ ഞാൻ അന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ പെർമിറ്റ് മറ്റേ സൗണ്ട് ഒക്കെ ഇട്ട് വന്നേ? ആ ഈ പുള്ളിയുടെ വണ്ടിയാണോ അത്? അതെ. മോനെ ഇരുട്ടായി, ഞാൻ വീട്ടിൽ പോട്ടെ. കൊള്ളാല്ലേ, 21 വയസ്സല്ലേ? 21 വയസ്സാ? ഒരു 21-കാരന്റെ ഈഗോ. മന്ദാരത്തിന് എത്ര വയസ്സാ മന്ദാരം? ഇതുപോലൊരു വണ്ടിക്ക് എത്ര രൂപ വില വരുവാടാ? 46 ലക്ഷം രൂപ മന്ദാരം പോയി. പണി ഇറക്കുമ്പോഴത്തേക്ക് 10-70 ലക്ഷം രൂപയാവും. 20 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇങ്ങനെ പണിത് തരുമെന്നാണ് നീ പറയണേ? 20 ലക്ഷം രൂപയ്ക്ക് അവിടെ ചെന്നിരുന്ന പണിത് തരും, നോക്കിയിരുന്നോ നീ? വേറെ പണി തരുന്നു എനിക്ക്. 46 എത്ര രൂപ വരുമായിരിക്കും? എല്ലാം കൂടി ഒരു 80 ലക്ഷം രൂപയാവും. എന്റെ TVA ഹോളിഡേസ്. 28-കാരന് ഈഗോ ഇല്ല, 28-കാരന്റെ ഈഗോ ചത്തുപോയി. ഒരു BMW ഇവിടെ കിടക്കണ ചോറുപേരി പണിതോണ്ടിരിക്കുന്ന വണ്ടി, ഇനി ബില്ല് വരുമ്പോ അറിയാം മനുഷ്യൻ എത്രയാവുന്നത്. കളിയാ ബ്രോ, എന്തായാലും കൊള്ളാം. ഉള്ളിൽ ആ ഫയർ ഉണ്ടായിരുന്നല്ലോ ബ്രോ, കൺഗ്രാറ്റുലേഷൻസ്. 2 വണ്ടി ആയല്ലോ. ഇടയ്ക്ക് നമുക്കൊരു ട്രിപ്പൊക്കെ വിളിക്കാം, ഫ്രീ ആയിട്ട് തരണേ. എല്ലാവർക്കും മുട്ട തരാം, തുറന്നു വെക്ക്. ഓ ഒരു ജുമയ്ക്കുള്ള ആളുണ്ട്, 4 മുട്ടയുണ്ട്, കേറ്റിക്കളയും. ഇത് ഏത് പടവാടാ ഇത്? മുട്ട തരില്ല, പെണ്ണുങ്ങൾ വെച്ചോളി. ആണുങ്ങൾക്കുള്ള മുട്ട നമ്മൾ ഓതിക്കൊണ്ടിരിക്കണേ, പിന്നെ തരാം. ഇതാരാ? ദിസ് ഈസ് ചന്ദന, ദ ഗേൾ ഐ ആം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. പടച്ചോനെ എല്ലാണെങ്കിലും കുഞ്ഞുങ്ങളാ. പടച്ചോനെ വീടിനകത്തൂടെ നാഷണൽ ഹൈവേ. പട്ടതിരുടെ മോന ഏത് കൊതുക് തിരിന്റെ മകനായാലും ഞമ്മക്ക് വിഷയമല്ല. എടോ അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് വെച്ച് മകന്റെ കുണ്ടിക്ക് തയമ്പോരോ? ഇത് ഏത് ഞാൻ ഈ പടം പോലും കണ്ടിട്ടില്ല കേട്ടോ. 6 ബസ് ഉണ്ടെന്നാന്നോ? ഏതോ വീഡിയോ മിസ്സായി. മുച്ചിരി പറഞ്ഞോണ്ടിരിക്കുക എല്ലാവരും. ആണ് നോക്കിയാണ്. 6 ബസ്സോ? ഇല്ല പോടാ അവിടെ നിന്ന്. മുച്ചിരി എന്ന് പറഞ്ഞോണ്ടിരിക്കും ചാനൽ മൊത്തം.
എന്റെ അമ്മോ, സ്പോയിലർ. ആ ഗെയിം ഇതുവരെ എന്താണെന്നൊന്ന് അറിയണമല്ലോ. സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ച് ക്യാരക്ടർ ഇത് നമ്മൾ കണ്ടാടാ. സ്പോയിലർ. ആർട്ടിസ്റ്റ് അഭിനവ്. കൊള്ളാം കൊള്ളാടാ, കൊള്ളാം. നൈസ്. ഓ, ഈ കണ്ണൊക്കെ നോക്ക്. നൈസ്. കൊള്ളാം 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 കൊള്ളാം. Turn the coin. Sometimes there is a brighter side that we never looked at. സിനിമയുടെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൊതുവേദികളിൽ കാണാറില്ല. അതെവിടേക്കാണ് ഈ അപ്രത്യക്ഷനാകുന്നത്? സിനിമയുടെ ബിസിനസ് അതാണ് ഞാൻ മെയിനായിട്ട് നോക്കാറ്. മറ്റേ ഞാൻ ഇപ്പോഴും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കൊന്നും ജനം എന്നെ സംസാരിക്കാൻ അറിയില്ല, പൊതുവേദിയിൽ സംസാരിക്കാൻ അറിയില്ല. അത് കാരണം എൻ്റെ കുറെ താഴെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പബ്ലിക് വന്ന് കാണിക്കണ്ടെന്ന് വെച്ചിട്ട് താല്പര്യമുണ്ട്, പറ്റുന്നില്ല. പിന്നെ 10 പേരിൽ 2 എണ്ണം തോണ്ടും. പിന്നെ എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയും. പിന്നെ പ്രശ്നം ബെറ്റർ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുക. പുള്ളി ഒരു പാവം പിടിച്ച മനുഷ്യനാടാ ശരിക്കും. പുള്ളി ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. പക്ഷെ ചില സമയത്തൊക്കെ ബാറിലൊക്കെ അടിയൊക്കെ ഉണ്ടാക്കുന്നതാണാവോ. ഓരോ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഞാൻ. അതെ, എല്ലാത്തിനും 2 സൈഡ് ഉണ്ടാവണം. ഓബ്വിയസ്ലി എല്ലാത്തിനും ഉണ്ടാവല്ലോ. പാട്ട് വേണമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. തൊട്ടടുത്ത് വേറെ ഹമ്മിങ് പാടാൻ വേണ്ടി മക്ബൂൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ 2 ദിവസം മുമ്പ് ഒരു പ്രണയ നൈരാശ്യത്തിൽ ഇരിക്കുന്ന ആളായിരുന്നു. എന്തെങ്കിലും എഴുതി വെക്കോ ചുമ്മാ? എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി. അദ്ദേഹം ഒരു ലിറിസിസ്റ്റ് ഒന്നുമല്ല. പുള്ളി പറഞ്ഞിരിക്കും. പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന ആളാണ്. ട്യൂൺ കൊടുത്തു, അത് റെക്കോർഡ് ചെയ്തിട്ട് പുള്ളി ചുമ്മാ ഡമ്മി എന്തെങ്കിലും എഴുതി തരാൻ പറഞ്ഞിട്ട് കൊടുത്താ. ആ ഡമ്മി എഴുതി തന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്തെങ്കിലും പഠിച്ച വേണം. ഇത് എന്തൊരു പാട്ടല്ലേ ഇത്. സിറ്റി സ്പാം. ആര് സ്പാം ചെയ്തിട്ട് കാര്യമില്ല ബ്രോ. ഞാൻ സിറ്റി കയറേണ്ടപ്പോ കേറിക്കോളാം. എനിക്കറിയാം എപ്പൊ കയറണമെന്ന്. ഞാൻ കേറിക്കോളാം. വെറുതെ കിടന്ന് സ്പാം ചെയ്യണ്ട. ഞാൻ ഇന്ന് ഡിസ്കോഡ് നോക്കുകയെന്ന് എല്ലായിടത്തും പറഞ്ഞതാ, മനസ്സിലായോ? മുച്ചിരിയുടെ വീഡിയോ, മുച്ചിരിയുടെ വീഡിയോ എവിടെയാടാ? എനിക്ക് അറിഞ്ഞുവിടറാ. മുച്ചിരിയുടെ വീഡിയോ എവിടെ കിടക്കുന്നു? ഞാൻ പിൻ ചെയ്യാം കിട്ടി കഴിഞ്ഞാൽ. കിട്ടുമ്പോ പിൻ ചെയ്യുക. ചില്ലാവ്. മന്ദാരത്തിന്റെ ഉണ്ടെന്നാ എന്ത്? മേളിലോട്ട് വരുമല്ലേ, നമ്മൾ അങ്ങോട്ട് വരട്ടോ. എല്ലാം സ്കിപ്പ് ചെയ്ത് പോണോ? ചില്ലാവ് ഗൈസ്, കാണാം. ചില്ലാവ്. ഇതെന്തൊരു എളുപ്പത്തിന് വരാൻ നോക്കിയൊന്നോ? താഴോട്ട് പോകാനാ? അതായത് ബ്ലോക്ക് ജിടിയിലൊക്കെ ചാടിക്കുന്നുണ്ട്. വെർട്ടിക്കൽ പാർക്കിങ് പില്ലറ കഴിയല്ലേ. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണ്. ആണോ? അപ്പൊ ഇവിടെ എന്തായാലും അവന്റെ പിഒവിയിൽ ഇവിടെ വഴിയുണ്ടായിരുന്നു ഉറപ്പായിട്ടും. പിന്നെ അവന്റെ പിഒവിയിൽ ഇത് പണി തീർന്ന നാഷണൽ ഹൈവേ ഇറക്കിയപ്പോഴല്ലേ അറിയണത്. ആൾക്കാർ സേഫ് ആണോടാ ഇതിനകത്ത് ഇരുന്നേ? ആർക്കും എന്തെങ്കിലും പറ്റിയോ? ആർക്കൊന്നും പറ്റിയില്ലെന്നാ. ആണോ? ഇത് കെവിനെ പോലെ ആരോ ട്രാൻസ്ഫോമർ ഇല്ലെന്ന് വിചാരിച്ച് ട്രാൻസ്ഫോമർ ഇടിച്ചു കയറ്റുക, വീടിന് മതിലെന്ന് വിചാരിച്ച് മതിലിൽ ഇടിച്ചു കയറ്റുക. അണ്ണാ കാനന്റെ പാതയിലൂടെ ശബരിമല അറൗണ്ട് 45 കിലോമീറ്റർ ഓഫ് ട്രാവൽ ത്രൂ ദ ഫോറസ്റ്റ്. സ്വാമി ശരണം. പത്തനംതിട്ടക്കാരനായ എന്നോടാണോ നീ ശബരിമലയെ പറ്റി പറഞ്ഞിരുന്നേ? എന്നാലും കണ്ടുപോക. എടാ, എന്റെ 6ാമത്തെ വയസ്സിൽ പോയിട്ടുണ്ട് ഞാൻ ഇതുവഴി, മനസ്സിലായ? 6ാമത്തെ വയസ്സിൽ പത്തനംതിട്ടക്കാരനായ എന്റെ അടുത്ത് നീ ശബരിമലയെ പറ്റി പറഞ്ഞാ? ചുമ്മാ മൂന്ന് വയസ്സിൽ നീന്തൽ പഠിച്ചില്ലേ? 3 മാസം ആയപ്പോഴാണ് നീന്തൽ പഠിച്ചത് ഞാൻ. 3 മാസം. പിന്നെ പോയിട്ടില്ല. ആര് പറഞ്ഞു? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ആയിട്ട് ശബരിമല പോണ 13 വയസ്സുള്ളപ്പോഴാ. 13 അല്ല 14 വയസ്സുള്ളപ്പോ. ഞാൻ ഇപ്പൊ പോയിട്ടൊരു 14 വർഷമായിട്ടുണ്ടാവും.
സത്യമാണ്. പോണം. ഞാൻ മമ്മിയുടെ ഒക്കെ കൂടെ പോകുന്നുണ്ട്. മമ്മി അടുത്ത മാസം പോണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ജാനുവരിയിൽ ന്യൂ ഇയറിന് എന്നെ നന്നാക്കാൻ ശബരിമല കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിരിക്കുക. ജാനുവരി 2nd വീക്ക് ശബരിമല പോണം. മാലയിടണം. മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര നീറ്റ് ലൈവ് ആയിരിക്കേ. കപ്പിൾ RP പോലും ഉണ്ടാവില്ല. അതിന് കപ്പിൾ RP ആളില്ലല്ലോ. അവിടെ എന്റെ ഫ്രണ്ടിന്റെ സോങ്ങാണത് കേൾക്കാവോ? പോലീസ് കഴിഞ്ഞ കാലത്തെ കെട്ട കഥകൾ ഒറ്റയ്ക്കല്ല ഇത് ഒറ്റപ്പെടുത്തിയതാണ്. സങ്കടത്തിന്റെ ഒരു പട്ടുകുഴി വീണുപോയി. വീണവരെയാരും തിരിഞ്ഞു നോക്കത്തില്ല. കൺമുടി വെച്ച് തിരിഞ്ഞു നടക്കും അവൾ. ഒറ്റയ്ക്കല്ല ഇത് ഒറ്റപ്പെടുത്തിയതാണ്. സങ്കടത്തിന്റെ ഒരു പട്ടുകുഴി വീണുപോയി. വീണവരെയാരും തിരിഞ്ഞു നോക്കത്തില്ല. കൺമുടി വെച്ച് അടിപൊളി. കണ്ണു നോക്കി എന്റെ കുറെ കാലം പോയി. എന്റെ കാലം കാശും പോയോ വഴി ഞാൻ മറന്നു. മറവികൾ ഒരു മറുപടിയായി മാറി. മനസ്സിൽ അവൾ അടിപൊളി. ഗൈസ് ഡു ലിസൺ കൊലുസ്. കൊള്ളാം. അടിപൊളി 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 അടിപൊളി. നൈസ് ആയിരുന്നു. ഇതാണോ? ഇതിലാ അത് മന്ദാരത്തിന്റെ അഭിപ്രായത്തിൽ എന്താ മന്ദാരം? ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയില്ലേ? സംശയമുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. പക്ഷെ നാട്ടുകാർ തല്ലിക്കൊല്ലോ എന്നൊരു സംശയമുണ്ട്. എന്നോട് പറഞ്ഞല്ലോ. മന്ദാരത്തിന് അറിയാത്ത കൊറേ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. മന്ദാരം വിചാരിക്കുന്ന പോലെ അല്ല മന്ദാരം. സീരിയസ്ലി പറയാലോ, ഞാൻ ഈ 7ാം ക്ലാസ് ഒന്നും ഇല്ല മന്ദാരോ. ടോപ്പ് ക്ലാസ്സാ. ഞാൻ അറിയോ? ക്ലാസ്സിൽ ടോപ്പറാണ്. എപ്പ PC മേടിച്ച് അപ്പാന്ന് എന്റെ പഠിക്കുന്ന ഞാനും അല്ല. കൊറോണ കഴിഞ്ഞപ്പാട് എനിക്ക് മടിയായി പഠിക്കാൻ. എല്ലാത്ത മടിയായി. അതുവരെ നീ ക്ലാസ് ടോപ്പർ ആയിരുന്നു അല്ലേ? സെക്കൻഡ്. ഇന്ത്യയിലെ ദേശീയ പക്ഷി ഏതാ? മറ്റേ ബാക്കിൽ ഇങ്ങനെ വീൽ. എനിക്ക് പറഞ്ഞേ. ബാക്കിൽ വീലല്ലേ? ബാക്കിൽ ഇങ്ങനെ ബാക്കില് വീലുള്ള പക്ഷിയോ? പോടാ കൊണ്ട. നീ ഒരു അണ്ടി അറിയില്ലേ? നീ ക്ലാസ്സിലെ ടോപ്പറാ. അണ്ടി മന്ദാരം മറ്റേ സാധനോ? പക്ഷെ നാഷണൽ ആനിമേ മറ്റേത് അല്ല. ആനിമേല് നാഷണൽ ആനിമിയാ? നാഷണൽ ആനിമിയാ? ദേശീയ പക്ഷിയാ ചോദിച്ചത്. അതന്നെ മന്ദാരം. ബേക്ക് കൃഷ്ണന്റെ തലയിൽ ഉണ്ടാകുന്ന ഒരു പൂവില്ലേ? പൂ പോലത്തെ. മന്ദാരോ ക്രിസ്ത്യന്റെ തലയിൽ ഒരു സാധനം ഇല്ലേ? നമ്മളെ കൊക്കന്നെ. കൊക്ക് ചട്ടിക്കൊക്കെ പോകൊണ്ടേന്ന് കാക്ക ഓർമ്മിച്ചാണ്. മന്ദാര കൊക്കല്ല മന്ദാരോ. പീസ് കൊക്ക് പരിപാടിയൊന്നുമില്ല. സ്റ്റീഫ, ഇന്ത്യയിലെ നാഷണൽ ബേർഡ് ഏതാണ്? കുണ്ണ. ഒരു അണ്ടി അറിയില്ല. അതല്ല ഞാൻ പറഞ്ഞത്. കൃഷ്ണന്റെ തലയിലുള്ള സാധനം മയിലിന്റെ വീല്. മറ്റേ ബേക്കിലുള്ള സാധനം. ബേക്കില് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ മയിലിന്റെ പീലി. ആ സാധനം. ഇവനെ അടുത്ത വർഷം പഠിക്കാൻ വിടണം കേട്ടോ. ഇവനെ എടുത്ത് കളയും TV-ക്കകത്ത്. ഒരു സംശയമില്ല. അല്ല ഞാൻ വേറൊരു പറയാം. ഇവൻ TV-ക്കകത്ത് വന്നതിന് ശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവനെ. പിന്നെ ഒരു സിറ്റുവേഷനിൽ പോലും ഞാൻ ഇവനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെ. മനസ്സിലായ? ഇവനെ അടുത്ത വർഷം സ്കൂളിൽ പറഞ്ഞോണ്ട്. ഇതെന്താ ഇതിന് തുടക്കം ഞാൻ എന്താണ് കണ്ടത്? നീ ആവർത്തിച്ചാൽ കുഴിച്ചുമൂടി ഞാൻ കേട്ടടാ പാട്ടി. പിന്നെ അല്ല. ഞെട്ടിക്കലടി കണ്ടായിരുന്നു? ഞെട്ടിക്കലടി ഇല്ല.
മന്ദാരത്തിന്റെ ഇല്ലില്ല, ഞാൻ കണ്ടില്ല, ഞാൻ ഒന്നും കണ്ടില്ല. സ്റ്റോറി ഫുള്ള് കാണുന്ന ലാസ്റ്റ് ഒരു കാര്യമുണ്ട്. എന്റെ അമ്മോ, ഇവ പ്രിന്റ് എടുത്തോണ്ടിരിക്കണടാ. എന്റെ അമ്മോ, ഞാൻ പറഞ്ഞ സത്യം. ഹേമന്ത് ബ്രോ വരച്ചാണോ ഇത്? ഹേമന്ത് ബ്രോ, എനിക്ക് എന്റെ ഗെയിമിംഗ് റൂമിൽ വെക്കാൻ ഒരു റെയിനെ വരച്ചേരണം. എനിക്കൊരു കീടിലെ റെയിനെ വരച്ചേരണം. ഒരു കീടിലെ റെയിനെ, ഒരു കീടിലെ റെയിന് എന്തെങ്കിലും ഒരു ബ്രോഡ ഒരു ഇതില് ഒരു റെയിനെ ഒരു അത്യാവശ്യം സൈസ് ഉണ്ടാവണം, ഫ്രെയിം ചെയ്ത് എനിക്ക് വെക്കണം. ഹേമന്ത് ബ്രോ, എനിക്ക് ഒരെണ്ണം ചെയ്ത് തരണം കേട്ടാ. കമ്മിങ് സൂൺ. ഹേമന്ത് ബ്രോ, വെയിറ്റിംഗ്. കാണിച്ചു തന്നോ? വരച്ചു കഴിഞ്ഞോ? എനിക്ക് കാണിച്ചു. ഇല്ലല്ല, ഏകദേശം വരച്ച കാണിച്ചു തന്നെ. അടിപൊളി സാധനം. ആണോ? എടാ, ഞാൻ അതുകൂടെ പറയട്ടെ. ഹനാൻഷയുടെ പരിപാടിക്ക് പോകാൻ നേരം ഞാൻ പോയത് ഡോർക്കിയുടെ BMW-ലാണ്. അവിടെ വന്ന് ഏതോ കളർ കുയിലാണ്. ഏത് നീലയാണോ മഞ്ഞയാണോ പച്ചയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതോ ഒരു കളറുള്ള കുയില്. ഈഗിൾ ഗെയിമിംഗ് പുതിയ BMW. ഇവന്മാരൊക്കെയാണ് ടാക്സി ഡ്രൈവറിന്റെ വീട്ടിൽ വിടണത്. ഡോർക്കിയുടെ വണ്ടിയാ അത്. എന്റെ പൊന്നു, ടൈറ്റിലാണ്. ഞാൻ വേറൊരു പറയട്ടെ കേസ്, നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ശരിക്കും അവരുടെ റേജ് ബെയ്റ്റിൽ വീഴുന്നവരാ. അത് എനിക്ക് ഇപ്പോഴും പറയാതിരിക്കാൻ വയ്യ. ഈ ഓൺലൈൻ മീഡിയക്കാർ എന്തിനാ ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കുന്നതെന്ന് അറിയാവോ? ഈ ടൈറ്റിൽ കണ്ട് ട്രിഗർ ആവുന്ന ആൾക്കാർ അതിനകത്ത് കമന്റ് ഇടുമ്പോൾ കമന്റ് ഇന്ററാക്ഷൻ കൂടും. മനസ്സിലായ? അതാണ് അവരുടെ സ്ട്രാറ്റജി. ശരിക്കും പറഞ്ഞ നിങ്ങൾ ആ റേജ് ബെയ്റ്റിൽ കറക്റ്റ് ആയിട്ട് പോയി കൊത്തും. ഇപ്പോഴും അത് ആൾക്കാരുണ്ട്. ഇഗ്നോർ ചെയ്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇവരുടെ ടൈറ്റില് ഇവര് പറയുന്നത്, ഞാൻ ഇന്നലെ കുറച്ചു മുമ്പ് ഒരു വീഡിയോ, ഹനാൻഷ കുപ്പി തുറന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടോ. ഞാൻ അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോ ഹനാൻ ബ്രോ കമന്റ് ഇട്ടേക്കുന്നത്. പിന്നെ കിണറ്റിൽ നിന്നാണോ അതിന്റെ പോലെ കുടിക്കുന്നത്, അങ്ങനത്തെ അതിന്റെ പോലെ നല്ല വേറെന്തോ കമന്റ് ഇട്ടേക്കും. പുള്ളി അങ്ങനൊന്നും പറയില്ല. പിന്നെ കിണറ്റിൽ നിന്നാണോ ആൾക്കാർ വെള്ളം തുറന്ന് കുടിക്കുന്നതെന്ന് ചോദിച്ചത്. അത് റേജ് വെയിറ്റാ ശരിക്കും. അത് സത്യമായിട്ട് അത് റേജ് വെയിറ്റാ. നിങ്ങൾ ആ റേജ് വെയിറ്റിൽ വീഴുന്നോണ്ടാണ് ഇവർ ഇങ്ങനത്തെ ടൈറ്റിലിട്ട് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കണം. മനസ്സിലായ? അതിനകത്ത് വീടരുത് ദയവേദി ഈ റേജ് വെയിറ്റില്. എന്താ സ്പീഡ് ലിമിറ്റ് 60, DNC സിനിമാറ്റിക്, നോ എൻജിൻ ഐഡ്ലിംഗ്, മാക്സിമം ഫൈൻ. ഇത് പഴയ വീഡിയോ അല്ലേടാ ഇത്? അല്ല, ഇത് ഈയിടയ്ക്ക് ചെയ്താ ആണോ? ഞാൻ ഒരു പോൾ ഇട്ടെ. ഞാൻ കുറെ ഒരു പോൾ ഇട്ടിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാന്ന് /പോൾ. ഞാൻ ഒരു ക്രിയേറ്റ് പോൾ. എന്റർ പോൾ സബ്ജക്ട് ഫേവറേറ്റ് ഗ്യാങ് വെഹിക്കിൾ എവർ. ഓപ്ഷൻ 1 ഇത് ഗോഡ്സില കൊടുക്കാം. ഗോഡ്സില മേജ് അതിന 5 minutes. റിസൾട്ട് ഡിസ്പ്ലേഡ് ഫോർ 5 minutes കൊടുക്കാം. ക്രിയേറ്റ്
നോക്കട്ടെ ഏത് വണ്ടിക്കാണ് ഫാൻസ് കൂടുതലെന്നേ. എനിക്ക് കാർണേജ് ഏത് വണ്ടിക്കാണ് ഫാൻസ് കൂടുതൽ? കാർണേജിനെ പോകുള്ളൂ. കാർണേജ് ചേട്ടാ എല്ലാരും. അമ്പോ കാർണേജ് കഴിഞ്ഞാ പിന്നെ ഹൈന. 1000 വോട്ട് കാർണേജിന് ഇപ്പൊ തന്നെ വന്നു കേട്ടാ. ഇവിടെ 1400 പേര് കാർണേജ്. എത്രക്ക് ഇഷ്ടമാണോ നിങ്ങക്ക് ഈ വണ്ടി? പിന്നെ കറേജ് ഇറക്കിയല്ല ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വണ്ടി കാർണേജ്. ആണാ? നല്ല ക്വാളിറ്റി എന്നെ കാണുമ്പോ തന്നെ ആണ് വണ്ടി. എടാ സത്യം എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് ഹൈനയാ ഇഷ്ടം. എനിക്ക് ഹൈന ഇഷ്ടം. ക്വാളിറ്റി വൈസ് ഭയങ്കര കാർണേജ്. അമ്പോ കാർണേജ് 2200 ഇജാതി ഫാൻസ് ലെവൽ കിട്ടും. വാൻ വൈസ് എനിക്ക് വണ്ടിക്കുണ്ടെന്ന് ഞാൻ ഇന്ന് അറിയണം കേട്ടാ. തൊട്ട് താഴെ അതിന് വേണ്ടി ഗോഡ്സിലെ അതിന് ഏകദേശം അടുത്തെടുത്താ 12% 20%. സ്ലാഷ് ബോൾ നിങ്ങൾ അടിക്കണ്ട, നിങ്ങൾ റീഫ്രഷ് ചെയ്താ വരും നിങ്ങൾക്ക്. അത് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് സ്ലാഷ് ബോൾ അടിക്കേണ്ടത്, നിങ്ങൾക്ക് സ്ലാഷ് ബോൾ അടിക്കണ്ട. ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ലേ? ഈ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കണം. നോക്കാം കുറച്ചു നേരം ഉണ്ടാവല്ലോ ബോള്. പക്ഷെ എനിക്ക് എന്റെ ഫോണിൽ ഇതുവരെ ബോൾ വന്നില്ല കേട്ടോ. സാറേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വന്നു. എനിക്ക് വീണ്ടും വന്നില്ല. നോക്കാം. യുവറാണി പാടാൻ അറിയാമോ? അയ്യോ എന്റെ മരുമോന്റെ കൈയൊടിഞ്ഞ പിന്നെ ആരോട് എന്തൊക്കെയാ പറയണ്ടെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ദൈവമേ ഇനിയിപ്പോ ഇത്തിരി മോശമായാലും വേണ്ടില്ല, ഞാൻ തന്നെ പാടിയേക്കാം. എന്താണ് ഇതൊക്കെ? ആര് വളച്ചു വിടറ ഇതൊക്കെ? മലയാളം ഡബിങ്. രാഗശ്രീനി എന്ത്? ഇതേപോലെ ഫേമസ് ആനിമിയാണ്. ഡീമൺ സ്ലെയർ ആണ് ഇത്. എന്താ പറഞ്ഞേ? ആനിമി കാണാനുള്ള മൂഡിൽ പോയിട്ടോ എന്റെ. പക്ഷെ 2026 ഞാൻ ആനിമി കണ്ടു തുടങ്ങാൻ പോകട്ടെ. 2026 എന്റെ വൺ ഓഫ് ദ റെസൊല്യൂഷൻ ആണ്. 2026 എന്ന് തുടങ്ങുന്നു അന്ന് തൊട്ട് ഞാൻ ആനിമി കാണാൻ തുടങ്ങണം. 5 വർഷമായി കേട്ടിട്ട് ഇല്ലല്ല ഇതിനു മുമ്പേ പറഞ്ഞില്ല. ഇതിനു മുമ്പേ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ബ്ലൈൻல வந்த போது ஒன் பீஸோட கேரக்டர் தெரியாம நீ தவிச்ச போது நான் இனிமேல் பாக்குறேன்னு சொன்ன வேண்டாம். ഞാൻ ഒരു ദിവസം കോച്ചിന്റെ റൂമിൽ ചെന്നപ്പോ ഒരു പ്രതിമ ഇരിക്കുന്നത് കോച്ചിന്റെ റൂമില്. ഇത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോച്ചിന്റെ അടുത്ത് ചോദിച്ചു. കോച്ച് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ കോച്ചിന്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ ആനിമി എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എക്സ്പ്ലനേഷൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ പോയിട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാണ്. ഇത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആനിമിയെ പറ്റി അറിയണേ. സത്യം പറയാലോ, ഞാൻ കാണത്തില്ലായിരുന്നു കഴിച്ചത്. എനിക്ക് അറിഞ്ഞുപോലുണ്ടായിരുന്നു. സെൻഡ് ടു ഷോൺ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1 Eagle Gaming മെമ്പർഷിപ്പ്. 3K കാർണേജിന് വോട്ട് എത്രയായി? 3000 പേര് കാർണേജിന് വോട്ട്. ആ വണ്ടി ഇന്ന് എടുത്ത് വേണം. ഈ കഥാപാത്രം വിനായകൻ ചേട്ടന് വേണ്ടി I heard that Mammootty gave this role to വിനായകൻ. അല്ലെങ്കിൽ ആ സജഷൻ കെയിം ഫ്രം മമ്മുക്ക. അപ്പൊ അതൊരു സമ്മാനം തന്നെയാണല്ലേ? വലിയ വാക്കാണ് അത്. അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല. നമുക്ക് തന്നെ പറയുന്നത് വിനായകനെ വെച്ച് ചെയ്യിക്കുക. ജന്മത്തിലെ ഭാഗ്യങ്ങളാണ് അതെല്ലാം. വിനായകനെ ചേച്ചി ഇതെന്ത് ക്യാരക്ടർ ആയിരുന്നല്ലോടാ.
இதுக்காக பண்ணல. 100% പ്രൊഫഷണൽ. അതിലേക്ക് അടികൊണ്ട് വല്ല കാറ്റുണ്ടടാ. നിങ്ങൾ ആലോചിച്ച് നോക്കി ഗൈസ്, ഈ 2 ക്യാരക്ടേഴ്സ് നോക്കി, ഇത്രയും കിടിലൊരു ക്യാരക്ടർ ഇത് കണ്ടിട്ടെ, ഇത് നോക്കിയേ അല്ലേ, എങ്ങനെ അഡാപ്റ്റീവ് ആവണം നോക്കല്ലേടാ, തമാശക്ക് തമാശ. എന്റെ അമ്മോ, ഇങ്ങനെ അഭിനയത്തിൽ പുള്ളി ഒന്നും പറയാനില്ലടാ. വേറെ ആൾ ഒന്നും, നമ്മൾ പുള്ളി റിയൽ ലൈഫിൽ കാണിക്കുന്ന കാര്യം, നമ്മള് ഓരോരുത്തരുടെ ഫാൻ ആവുന്നത് നമ്മൾ ഇവരുടെയൊക്കെ ഇത് കണ്ടിട്ടല്ലേ, എന്നുവെച്ചാ അഭിനയം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ പുള്ളി ഒന്നും കുറ്റം പറയാനില്ല. Greatest sports of all time. See, why do you love football so much? It's just a sports. Just a sport. PR ആണല്ലോ. എടാ വിനീത്, വിനായകന്റെ ഫണ്ട് ഒന്ന് നോക്കിയേ. കറക്റ്റ് പറയാനാണ്, ലൈവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേ. PR വർക്ക് ചെയ്യാൻ ഞാനാര്? വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് PR വർക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ ഇരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഫുട്ബോളിന് മാത്രമല്ല, ഈ ക്രിക്കറ്റിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സ്പോർട്സിലും നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും. അത് ഫുട്ബോൾ എന്ന് മാത്രമല്ല, നിങ്ങൾ ഫുട്ബോൾ ആണ്, എനിക്ക് ക്രിക്കറ്റ് ആണ്. ഈ സെയിം സ്ഥലത്ത്, മനസ്സിലായോ? ഞാൻ അങ്ങനെ പറയൂല, എന്നാലും ഫുട്ബോൾ ഇഷ്ടമുള്ളവർക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്രിക്കറ്റ്, മനസ്സിലായോ? 3 മെമ്പർഷിപ്പ് വന്നായിരുന്നു. 3 മെമ്പർഷിപ്പ് ആര്? ഓരോന്നോരോന്നായിട്ട്. അയ്യോ, പേര് വായിച്ചു കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അല്ലല്ല, ഇവിടെ ഉണ്ടാവും. ഷെഫിൻ മാത്യു ബ്രോ, ലൂസർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ. താങ്ക് യു സോ മച്ച് ഗൈസ്, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. അതിന് താഴെ ഒരെണ്ണമുണ്ടോ? മാക് ഗെയിമിംഗ് ബ്രോ, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട് മാൻ. താങ്ക് യു സോ മച്ച്. മെമ്പർഷിപ്പ് ഇല്ലല്ലോ, വിസ ഇല്ല. അണ്ണാ, ഹൗ ഈസ് മൈ കറന്റ് ഫിസിക്? ഞാൻ 60 kg കുറച്ച് പയ്യൻ. ആവറേജ് ക്രിസ്ത്യാനോ ലിസണർ. സെറ്റായി വരുന്നുണ്ട്. നീ കീപ് ഹാർഡ് വർക്കിംഗ് ബ്രദർ. സെറ്റായി വരുന്നുണ്ട്. നീ അങ്ങനെ തന്നെ ചെയ്യേ. അണ്ണാ, ഇത് ഞാൻ ചെയ്തതാ, ബട്ട് വ്യൂവേഴ്സ് ഇല്ല, ലൈക്കും ഇല്ല, പിന്നെ എനിക്ക് സ്റ്റിക്കൊന്നും ഇല്ല. അതുകൊണ്ട് ചെറിയ കുലുക്കം കാണും. ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോഴേ. പിന്നെ നല്ല ക്യാമറ ഇല്ല. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ആക്കണേ. കൊള്ളാം മോനെ, നൈസ്. നീ സെറ്റായി വരും. നിനക്ക് നല്ല ഗിയേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ നീ സെറ്റ് ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. അണ്ണാ, എഡിറ്റ് എങ്ങനെയുണ്ട്? ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ചെയ്യുവാണെങ്കിൽ പുതിയ വ്യൂവേഴ്സിനോട്, ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഗെയിമിംഗ് ക്ലിപ്പ്. ഞാനൊരു ഗെയിമിംഗ് യൂട്യൂബർ ആവുന്ന ആദ്യത്തെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലിപ്പ് ഇതാ. ആദ്യത്തെ വീഡിയോ, എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറയും, എടാ ഞാൻ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളെങ്കിലും ഒന്ന് വന്ന് കാണണേന്ന്. 16,000 പേര് കണ്ടോണ്ടിരിക്കുക ഇപ്പൊ. ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണേ. ഒരാള് means a lot guys, means a lot. Thank you so much. അയ്യോ, എത്രയാടാ? 8 വർഷമോ? 8 വർഷമായില്ല ചാനൽ തുടങ്ങിയിട്ട്? 8 വർഷം, 8 years. Let's go. Raju P bro, thank you so much for the 1 Eagle Gaming membership gift. Thank you.
എടാ ഞാനേ ആനിമി കാണുന്ന ആൾക്കാരെയും കൂടെ അവരുടെ തള്ളക്കൂടെ കേൾക്കാൻ വയ്യ. സത്യം പറയാലോ, അവരുടെ തള്ളക്കൂടെ എനിക്ക് കേൾക്കാൻ വയ്യ. മലയാളത്തിൽ എന്തൊക്കെയോ പറയണം, അയ്യോ അമ്മച്ചി എന്നൊക്കെ. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടറൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ കാണാറില്ല, എന്നിട്ട് തന്നെ എനിക്ക് വിഷമം വരട്ടെ. നിങ്ങൾ കാണുന്നവർക്ക് ഇത് കാണുമ്പോൾ വിഷമം വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മാറ്റണം കേട്ടോ. ഞാനൊരു മൈരൻ. ഞാൻ പെട്ടെന്ന് ഇവനെ കണ്ടിട്ടെ, ബാലിനെ കണ്ടിട്ട് പെട്ടെന്ന് മേളില് ടൈറ്റിൽ ഇട്ടോ ഞാനൊരു മൈരൻ. റൈം വല്ലോ നടനായിരുന്നു, വലിയ നടൻ. പിന്നെ എന്തൊക്കെയോ പറ്റി. ടിക്ടോക്ക് ബാൻ ചെയ്തതോടെ പയ്യൻ പോയി. പക്ഷെ വേറൊരു കാര്യം പറയണം, ഈ ഇടയായിട്ട് ഈ ബാലൻ പയ്യന്റെ കുറച്ച് പെയ്ഡ് വീഡിയോസ് അധികം വരുന്നുണ്ടേ. ഇവിടെ കുറച്ചധികം വരുന്നുണ്ടേ. PR വർക്സ് ആണ് ഇതൊക്കെ. RP കയറുകൊണ്ടേ നിന്റെ അച്ഛനൊരു PC മേടിച്ചു കൊടുത്തിട്ട് 5 ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിന്റെ സമയത്തിന് കയറ്റി നീ. അവൻ വന്നിരിക്കണം, ഞാൻ കേറിക്കോളാം, എന്നെ കേറ്റണ്ട നീ. She would clear the that why she is Well, I've got it. ഇതാരും മൈക്കിൾ ജാക്സനാ? ഞാൻ എന്തൊക്കെ കാണുന്നേ, ഉറക്കത്തിലാണ്. ഹലോ, ഇത് മറ്റേ മുഖത്ത് കേൾക്കണ സാധനമല്ലേ? ഇത് ഫൗണ്ടേഷൻ. ഓ, അത് പുള്ളിയുടെ സ്കിൻ കളറാണ്. ഹലോ. Well, I've got it. So I've seen so many videos of people using this to cover their tattoos, Did you fake your own death? blemishes, scars, etc. And bro, moonwalked his way back to earth. since I have an insecurity to cover, I would like to use this. Bro is back from his cave only to check this. ഇത് എന്തൊക്കെയാണ് നടക്കണേ? ഇങ്ങനൊരു ക്രിയേറ്റർ ഉണ്ടോ ശരിക്കും? ഇയാളുടെ പേരെന്താ? അതിനകത്ത് ഐഡിയ ഉണ്ട്, കുറച്ച് ബാക്കിലോട്ട് നോക്കിയാൽ മതി. ഫാബിയോ ജാക്സൺ. ഇത് ഫാബിയോ ജാക്സൺ. ഞാൻ നോക്കി നോക്കട്ടെ. THEEFAB ഫാബിയോ ജാക്സൺ. എടാ ഉണ്ടോ അങ്ങനൊരു ഐഡി? എടാ ശരിക്കും ഇങ്ങനെ ഒരുത്തനുണ്ട് കേട്ടാ. മൈക്കിൾ ജാക്സന്റെ മോനായിരിക്കും. ആവശ്യമില്ലാതെ പറഞ്ഞു വരത്തല്ലേ. പിന്നെ എല്ലാം ഇപ്പൊ എന്റെ തലയില. ഇനി ഇന്ത്യക്ക് വെളിയിൽ നിന്നൂടെ ഒരെണ്ണം വരാനേ ഉള്ളു എനിക്ക്. ഇനി മനസ്സിലായി, ഇന്ത്യക്ക് വെളിയിൽ നിന്ന്. ബാക്കി എല്ലാം എന്റെ തലയില. ഞാൻ എപ്പോഴും മധുവിന്റെ കോൺഫിഡൻസിനെ ആരാധിക്കുന്ന മനുഷ്യനാണ്. കാരണം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, സുശാന്തിന്റെ നേരെ ചോദിച്ചില്ലേ ഈ പാട്ട് 500 പ്രാവശ്യം. സുശാന്ത് 10,000 പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു പാട്ട് ഇദ്ദേഹം പാടുന്നത് കേൾക്കുമ്പോ എന്റെ അനിയനാണെങ്കിൽ എനിക്ക് പുള്ളിയുടെ ലൈവ് കേൾക്കണം ഗൈസ്. മധുവിന്റെ ടാലന്റിനേക്കാൾ കൂടുതൽ മധുവിന്റെ കോൺഫിഡൻസ് ആണ് മധുവിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് ചെറുതായിട്ട് മധുചേട്ടനെ നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. ഹരിമുരളീരവം ക്ലാസിക്കൽ. ഈ പോക്കറ്റിൽ കൈയിട്ടുണ്ട് ഹരിമുരളീരവം ഞാൻ പാടി കണ്ടിട്ടുള്ള ലോകത്തെ ഒരേ ഒരാളാണ് മധു. സത്യമാണ് കേട്ടോ. അപ്പൊ ഞാനൊരു ഒരു കാലവേളക്ക് ഇങ്ങനെ മധു പാടുക. അപ്പൊ ഞാൻ കണ്ടക്ട് ചെയ്യണം. പോക്കറ്റ് കേട്ടു കൊടുങ്ങല്ലൂര്. എവിടെയോ കൊടുങ്ങല്ലൂര്. അപ്പൊ ഞാൻ പറഞ്ഞു പോക്കറ്റിൽ നിന്ന് കൈയ്യട്ടെ. അപ്പൊ മധുമൊഴി രാധ ഒന്ന് കേൾക്കാമോ? മധുമൊഴി രാധേ നിന്നെ തേടി
പോട്ടെ ബാക്കി നമ്മളൊക്കെ പടം നോക്കി 5 സെക്കൻഡ് മരണമാണ്. ട്രൈ പോലും ചെയ്ത് നോക്കരുത്. ഇത് കണ്ടിട്ട് വെറുതെ ട്രൈ പോലും ചെയ്യരുത് ആരും. കേട്ടത് ഈ റീലായിട്ട് അങ്ങനെ അങ്ങ് മറന്നേക്കണം. ട്രൈ പോലും ചെയ്യാൻ നിൽക്കരുത്. അറ്റാക്ക് ഒക്കെ വന്ന് തീരും. എന്താ അല്ലേടാ എന്റെ അമ്മോ, അങ്ങനെയാണ് കൈ കെട്ടിയിരിക്കുന്നത്. സ്ട്രെസ് പോലും ഇല്ല. അതെ പുള്ളി ഇങ്ങനെ ഇരിക്കണ്. എന്റെ അമ്മോ ആണോ, ഒരു ദിവസം ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വരച്ചാണ്. സമയം എത്രയാടാ? സമയം 11:08. ഓ ഗ്ലൗ ഒക്കെ ഉണ്ട്. ഇടാൻ പ്രൊഫഷണല. ഹരീഷാണത്. പിന്നെ ഔട്ട് പറയാനില്ലല്ലോ. അയ്യോ, ഇവനെ കാണുമ്പോ എനിക്ക് കുശുമ്പ. ഇവനെ ഹരീഷ്ണ വിഷയടാ. ഞാൻ എന്ത് പറയാനാടാ നിന്നെയൊക്കെ. പരിപാടി ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞ വെയിറ്റ് ചെയ്യാ. ഏതാ? ഇല്ലില്ല, ഞങ്ങക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതാ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലബ്ബ ബ്ലാക്ക് മാഫിയയില്. പേര് അലക്സാണ്ടർ. അതെ. ആ ഓക്കെ. അത് ടിവിയിലെ ചന്ദ്രന്റെ പിള്ളേരാണ്. ഓറ കണ്ടോ? ഓറ സ്ക്രീനിൽ പോലും ഞാൻ നോക്കണില്ല. ഞാൻ താഴോട്ട് കീബോർഡ് നോക്കിയിരിക്കുകയാണേ. ഇത് ബ്ലാക്ക് മാഫിയയിലെ പിള്ളേർ തന്നെയാണ് രണ്ടുപേര് വന്നിട്ട് പോയത്. മനസ്സിലായ? അത് സ്ഥിരം കാണുന്നവരാ. എന്നിട്ട് അറിയാത്ത പോലെ ബിഹേവ് ഒക്കെ ചെയ്ത്. നൈസ്. ചന്ദ്ര കിടലം. വിഷയം ഇത് ഞാൻ കണ്ട വീഡിയോ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല, എന്റെ തന്ത. ആരാണ് സ്റ്റീഫന്റെ തന്ത? വണ്ടിയുടെ മുമ്പിലല്ലോ എസ്കോട്ട് വരുന്നത്. ഇവരെന്നെ സംശയിച്ചില്ലയോ? എന്റെ അമ്മ പഴയ വാസ്തുഡയലോഗുകളെല്ലാം എടുത്ത് വെച്ച് പാടുന്നു കേട്ടോ. ഞാൻ സുശീൽ ഭായ്. ഇത് ഞങ്ങളുടെ ഒരു ബ്രാഞ്ചിലെ സ്റ്റാഫാണ്. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല അസൽ ഗുണ്ടകൾ. ഇവര് എന്തു പറഞ്ഞാലും ചെയ്യും. എന്റെ പുറം ഒന്ന് ചൊറിഞ്ഞാലും. ഞാൻ ശങ്കരൻ. അല്ല, ശങ്കരൻ. ഈ വീട്ടിലെ ഓരോരുത്തരും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും എല്ലാരും എനിക്കറിയാം. കൃഷ്ണൻ നായർ അല്ലേ? അല്ല, ഡോക്ടർ കൃഷ്ണൻ നായർ. എന്നാലും മിണ്ടാത്ത തൊണ്ടയിൽ മട്ടന്റെ എല്ലു ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. എന്തൊക്കെ സാധനങ്ങളാണ് പടച്ചു വിടറേ. Commentary peaked here. The king is about to arrive. For the very last time on Australian shores in Indian colours. Ladies and gentlemen, boys and girls, here he is, Virat Kohli.
ഓ എന്റെ അമ്മോ, ആ ഇറങ്ങി വന്നത് കണ്ടോ എന്റെ അമ്മോ. എന്റെ ആളെയോ, വിഷയം. ആരും കാണാതെ പോകരുത് ഈ കലാകാരനെ. ചൂണ്ടല്ല പവറിലല്ല കാര്യം. ഇതാ സാധനം നോക്ക്, അടിച്ച് വലിച്ചേറ്റിക്കുന്ന സാധനം നോക്കി. ഇതൊക്കെ ഷട്ടിലിന്റെ സാധനം. ഷട്ടിലിന്റെ മറ്റേ ടെക്നോളജിയാ. എടാ അവനൊക്കെ കുറച്ച് കഴിയുമ്പോഴേ വിഷയ സാധനമൊക്കെ ഉണ്ടാക്കും. ഇത് അടിക്ക് ഉറപ്പാണ് മലപ്പുറം കപ്പടിച്ചു പോരും. അജാതെ ആയിട്ടോ. ഞാൻ മറ്റേ പ്ലാസ്റ്റിക് എന്താ വെച്ചിട്ടാ ഈർക്കിളി എന്നാണോ നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞേ? ഇവിടെ ഈർക്കിളിയോ? ഈർക്കിൽ എന്നല്ലേ പറയണ? ഈർക്കിൽ ഞങ്ങളുടെ ഈർക്കിളി എന്നാണ് പറയണേ. നമ്മുടെ ഇടയ്ക്ക് ഈർക്കിൽ എന്നാ പറയണേ ഇതിന്. ഈർക്കിൽ The tag team that should be എന്താ ഗോഡ് ഓഫ് വാറിന്റെ ഇത് സ്പോയിലർ വല്ലതായിരിക്കും. വേണ്ട, ഇത് ഞാൻ ഇത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്യണേ ഗൈസ്. ഞാൻ സത്യം പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ 2020 പോലത്തെ ഒരു ക്രൂ ഉള്ള ഒരു ഫിലിം മലയാളത്തിൽ ഒന്നുകൂടെ കാണാൻ? സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. 2020 കണ്ടതുപോലെ ഇപ്പൊ തിയേറ്ററില് നമ്മുടെ മലയാളത്തിലെ സ്റ്റാർഡംസ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പടം. അമ്പോ, അതെന്തായിരിക്കും അല്ലേ അത്? അയ്യോ, എന്താടാ പാട്രിയോട്ടിലുണ്ട് കുറെ പേര്. അങ്ങനെയല്ല ഞാൻ പറയണ 2020 അങ്ങനെ അല്ലായിരുന്നല്ലോ കാസ്റ്റിംഗ്. 2020 ഏത് ഫ്രെയിം കാണിച്ചാലും സിനിമ നടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കോമൺ ആള് പോലും ഇല്ല ഇതിനകത്ത് സത്യം പറഞ്ഞ. പാട്രിയോട്ട് വരുന്നുണ്ട്. വരട്ടെ. എന്നെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് ഗോഡ് ഓഫ് വാർ ഹാർഡ് മോഡ് കംപ്ലീറ്റ് ആക്കാൻ. വൈറ്റി നെയിം വാവ ജിറ്റി. ഈ വാവ ജിറ്റി ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോടാ. നേരത്തെ പോയിട്ടുണ്ട്. പൈസ കൊടുക്കാൻ. ഓക്കെ ഫയർ നോക്കണം മോനെ. ഓൾ ദ വെരി ബെസ്റ്റ് വാവ ജിറ്റി. ഇന്ന് തീർക്കും. ഇന്ന് തീരും. ഒന്നും പറയല്ലേ. China need to relax. It's just esports opening ceremony. ഇത് സ്റ്റേജ് ആണോ ഇത്? എന്റെ അമ്മോ, ഇതല്ലേ ഗ്യാങ് ഹൗസിന്റെ ചുറ്റുമൊക്കെ കിടന്ന് കറങ്ങണ സാധനം? അതുപോലെ ഉണ്ടല്ലേ. അത് പറഞ്ഞപ്പോഴാട്ടോ ഈ ചൈനയുടെ കാര്യം പറഞ്ഞപ്പോഴാ. ചൈനയിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലെ, എന്നെ ഒരു ട്രാവൽ ഏജൻസി സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ചൈനയെ കൊണ്ടുപോകാന്ന് പറഞ്ഞ്, ബ്രോ നിങ്ങളൊരു ടെക്കി അല്ലേ, നിങ്ങളൊരു ടെക്കിയും ഇതുപോലത്തെ മറ്റേ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ഗെയിം ഒക്കെ കളിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ചൈനയിൽ പോകാനുള്ള ഇതെല്ലാം ഞങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് ഒരു കൊളാബ് ഇട്ട് തന്നാൽ മതി, പോകുമ്പോൾ ഒരു വീഡിയോ കൊളാബ് ഇട്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി കേട്ടാ. ഞാൻ പറഞ്ഞ ബ്രോ ഞാൻ എൻ്റെ ഫ്രീ ടൈം കിട്ടുമ്പോൾ പറയാമെന്ന് പറഞ്ഞ്. ഞാൻ ഒരു മാസം മുമ്പ് നോക്കിയപ്പോൾ പുള്ളി വിസ തട്ടിപ്പിന് പുള്ളിയെ കൊണ്ടുപോയി അകത്ത്. അയ്യോ, അതെന്താണ് ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്നുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആയി പോയേനെ അത് സത്യം.
അയ്യോ ഞാനിപ്പോ ആലോചിക്കണത് എന്ത് കൊണ്ടുവന്ന് ഡിലേ ആയത്. എനിക്ക് സമയം കിട്ടാതിരുന്നത് ഒരു വലിയ കാര്യമായി. പുള്ളി പറഞ്ഞത് എനിക്ക് വിസ, പുള്ളിക്ക് ട്രാവൽ ഏജൻസി അതൊന്ന് പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന്. വിസ തട്ടിപ്പിൽ കൊണ്ടുപോയി ആളകത്താ ഇപ്പോ. അയ്യോ ഇതൊക്കെ ആര് പടച്ചു വിടുന്നതാണ്? എന്താ ഇങ്ങനെ ഞങ്ങള് പാവങ്ങള തീ തുപ്പുന്ന ഫ്രീക്കിക്ക് കൊണ്ട് ഗോൾവലകൾ തുളയ്ക്കും. നിനക്കില്ല. ആ ബോൾ ഗ്രൗണ്ടിലേക്ക് വെക്കുന്നോ? ഈശോ പാണ്ടിക്കരിമ്പാറ വന്നതായിരിക്കും അല്ലേ? അതെ അങ്കിൾ. പിന്നെ വേറെ കൂടെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാടാ ഗൈസ്. ഇത് ഞാൻ വീഡിയോ കണ്ടതാ. ഇത് നമ്മൾ കണ്ടതാടാ, ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളതാ. ഇങ്ങനത്തെ വരയും ഇങ്ങനത്തെ റീൽസ് ഒക്കെ ഇത് കണ്ടിട്ട് എന്തോ ഒരു ഇത് കാണാതെ പോകാൻ തോന്നിയില്ലടാ എനിക്ക് ആ തംബ്നെയിൽ കണ്ടിട്ട് ഗൈസ്. ഓ ഇതും നമ്മൾ കണ്ടതാ, ഇതും കണ്ടതാ ഗൈസ്, ഇതും കണ്ടതാ. ഇത്ര വെള്ളം തോന്നട്ടെ അത് വീഡിയോ. ഇതെന്താ ഇവിടെ വെട്ടിക്കയറ്റിക്കോണ് ഇവിടെ. അത് ഇത് യഥാർത്ഥത്തിലുള്ള റിയാക്ഷൻ ആണോ? വായി തരത്ത് വെച്ച് കുറച്ച് തുപ്പല് വെച്ച് കൊടുക്കണ അയ്യമ്മീനകത്ത്. അതെ അത് ഞാൻ കറക്റ്റ് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എവിടെ തുപ്പണമെന്ന് അവനറിയാം, എവിടെ തുപ്പണമെന്ന് പയ്യെ കറക്റ്റായിട്ട് അറിയാം. ഇതൊക്കെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുവല്ലേ. പിന്നെ ബാബു അല്ലല്ലോ ഇപ്പൊ കറക്റ്റ് വന്നേ ഉള്ളൂ. ബാബു അല്ലല്ല എലിയുടെ ഒരു റീൽ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അയ്യോ ഞാൻ ഷെയർ ചെയ്തില്ല കേട്ടോ ബ്രോ. ഞാൻ നമുക്ക് അറിയാലോ, നമുക്ക് സ്നേഹമാണ് വലുത്. ഞാൻ സാധാരണ ഞാൻ ഒരു കാര്യം പറയട്ടെ, ബ്രൈറ്റ് ഫോക്സിന്റെ ഇതിനകത്ത് തിന്നുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കൊളാബ് കണ്ട അത് നമ്മൾ നോർമലി കാണുന്ന കൊളാബ്സ് അതാണ്, തിന്നുക അങ്ങനത്തെ. അല്ലാതെ ഒരു കൊളാബ് വന്നപ്പോഴേ എനിക്ക് അറിയാറുണ്ട് അത് എനിക്കിട്ടുള്ളതാണെന്ന്. ഞാൻ അപ്പോഴേ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചു കൊടുത്ത്. എനിക്ക് എന്നെ വിളിച്ചിരുന്നു, ഫോൺ വിളിച്ചിരിക്കുന്നു, മെസ്സേജ് അയച്ചിരിക്കുന്നു. എനിക്ക് ഇന്ന് മണി ഓർഡർ ഇന്ന് വരും തോന്നുന്നു. എല്ലാം ചെയ്തിരിക്കും കൊളാബ് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. നീ ഇപ്പൊ ലൈവ് കാണാൻ വരുന്നതിന് മുമ്പ് അക്സെപ്റ്റ് ചെയ്തല്ലേ? ഇല്ല ഇപ്പൊ എനിക്ക് അർജന്റ് റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. മണി ഓർഡർ ഒക്കെ നാളെ എന്തിനാ മണി ഓർഡർ ഒക്കെ തിരിച്ചയക്കാൻ പോവാതെ ഇവിടെ ചാറ്റ് ഓഫ് ചെയ്യണം. ഞാനൊരു ചലഞ്ച് പറയും, ആ ഗെയിം കളിക്കണം. ഓക്കെ ചാറ്റ് പറഞ്ഞു തരും. ചാറ്റ് കുറച്ചു നേരം മറ്റേ സ്റ്റിക്കർ ഉള്ളിൽ ഇട്ട് വെക്കണം. ഓക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. എന്ത് ഗെയിം? സ്റ്റീം എടുത്തേ